എറണാകുളം എരൂരിൽ സ്കൂട്ടർ അപകടത്തിൽ നവവരൻ മരിച്ചൊരു വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. കോട്ടയം ബ്രഹ്മമംഗലം സ്വദേശി വിഷ്ണു ഗോപാലാണ് മരിച്ചത്. ഭാര്യയ്ക്ക് ഗുരുതര പരിക്കുണ്ട്. ഇന്നലെ വൈകിട്ട് ജോലി കഴിഞ്ഞ് ദമ്പതികൾ മടങ്ങുമ്പോൾ തൃപ്പൂണിത്തുറ എരൂരിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഈ മാസം 1-നായിരുന്നു ഇവരുടെ വിവാഹം. നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, കഴിഞ്ഞ ദിവസം പത്തനംതിട്ട സ്വദേശികളായിട്ടുള്ള നവവധൂവരന്മാർ അവരൊരു ഹണിമൂൺ ട്രിപ്പിന് ശേഷം മടങ്ങിയെത്തുമ്പോൾ ഉണ്ടായ അപകടം, അത് നമ്മളൊക്കെ ഏറെ വേദനയോടെ ആ വാർത്ത കേട്ടതാണ്. അതിനുശേഷം ഇപ്പോൾ എറണാകുളം എരൂരിലെ വാഹനാപകടത്തിൽ നവവരൻ മരിച്ചു എന്ന വാർത്ത വരുന്നു. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? നവമി, ടോം, ഇന്നലെ വൈകുന്നേരമായിരുന്നു ഈ അപകടം സംഭവിച്ചത്. തൃപ്പൂണിത്തുറയിൽ നിന്നും ജോലി കഴിഞ്ഞ് വരുന്ന വഴിയിലാണ് തൃപ്പൂണിത്തുറ എരൂരിൽ വെച്ച് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. നമുക്ക് CCTV ദൃശ്യങ്ങളും കാണാം. ഇരുവരും ഇരുചക്ര വാഹനത്തിലായിരുന്നു. ഒരു ബൈക്കിനെ ഓവർടേക്ക് ചെയ്തു വരുന്ന സമയത്ത് എതിർദിശയിൽ വന്നിരുന്ന ഒരു വാഹനം ഇവരുടെ ദേഹത്തുകൂടി കയറി ഇറങ്ങുകയായിരുന്നു. നവവരൻ ആ സംഭവ സമയത്ത് തന്നെ മരിക്കുകയും ചെയ്തു. വിഷ്ണു, ബ്രഹ്മമംഗലം സ്വദേശി വിഷ്ണു ഗോപാലാണ്, 31 വയസ്സ് ആയിട്ടുള്ളൂ, മരിച്ചിരിക്കുന്നത്. ഭാര്യ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമുക്കറിയാം, ഈ നിരത്തുകളിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. എന്നും നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ കേൾക്കുന്നത് പതിവായിട്ടുണ്ട്. വളരെ വേദനയോടുകൂടി തന്നെയാണ് ഈ ഓരോ വാർത്തകളും നമ്മൾ കേൾക്കുന്നത്. ഈ വാഹനാപകടം ഉണ്ടാകുകയും അത് പലപ്പോഴും ഈ വാഹനം ഓടിക്കുന്നവരുടെ ഒരു അശ്രദ്ധ, അത് വലിയൊരു ഘടകമാണ് ഇങ്ങനെയുള്ള അപകടത്തിന്. ആ ഒരു അപകടത്തിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വിഷ്ണുവിൻ്റെ മരണം. CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ കഴിയും. വാഹനത്തെ, ഒരു മുൻപിൽ പോയ ഒരു ഇരുചക്ര വാഹനത്തെ ഓവർടേക്ക് ചെയ്തതായിരുന്നു വിഷ്ണു. അവരും ഇരുചക്ര വാഹനത്തിലായിരുന്നു. ഭാര്യ തെറിച്ചു വീഴുകയായിരുന്നു. എതിർദിശയിൽ വന്ന വാഹനത്തെ, അമിത വേഗതയിലെത്തിയ വാഹനത്തിൽ ഇടിച്ചാണ് വിഷ്ണു മരിക്കുന്നത്. ഭാര്യ എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലുമാണ് കേട്ടോ. നവമി, ഈ അപകടത്തിന് കാരണം വാഹനത്തിന്റെ അമിത വേഗതയായിരുന്നു പറയുന്നുണ്ട്. ഈ സംഭവത്തിൽ ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്? ഈ എതിർവാഹനത്തെ തട്ടിയെന്ന് പറയുന്നുണ്ട്. അവർക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നടപടി പോലീസ് സ്വീകരിക്കുന്നുണ്ടോ? ആ വാഹനം ഏതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ടോം, എന്തായാലും പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തിരിക്കുകയാണ്. ആ വാഹനം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ആ വാഹന ഉടമയെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. ഈ അമിതമായ വേഗത, അതായത് ഓവർടേക്ക് ചെയ്തതാണ്, അപകടമായിട്ടുള്ള രീതിയിൽ ഓവർടേക്ക് ചെയ്തതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായതെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം അനുസരിച്ചും അങ്ങനെ തന്നെയാണ് നമ്മളും കരുതുന്നത്. ഫ്രണ്ടിൽ പോയ ഒരു ഇരുചക്ര വാഹനത്തിലെ ഓവർടേക്ക് ചെയ്തതാണ് വിഷ്ണു. ആ സമയത്താണ് എതിർദിശയിൽ വന്ന ഒരു വാഹനം ഇടിച്ച് ഇങ്ങനെ ഒരു അപകടത്തിലേക്കും പിന്നീട് ഒരു മരണത്തിലേക്കുമൊക്കെ നയിച്ചത്. എന്തായാലും ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ആണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം എരൂരിലാണ് സ്കൂട്ടർ അപകടത്തിൽ നവവരൻ മരിച്ചത്. കോട്ടയം ബ്രഹ്മമംഗലം സ്വദേശി വിഷ്ണു ഗോപാലാണ് മരിച്ചത്.